പി.കെ. ഗോപൻ എന്താ പറയുന്നതെന്ന് കേട്ടിട്ട് വരാം. നമ്മളൊരു വാക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആരെ ഉദ്ദേശിച്ചാണോ ആ വാക്ക് പറയുന്നത്, അയാളുടെ ഉള്ളിലിരിപ്പാണോ വ്യക്തമാകുന്നത്, പറയുന്ന ആളിൻ്റെയാണോ വ്യക്തമാകുന്നത്? ഊച്ചാളി സഖാവ് എന്നൊക്കെയുള്ള വാക്ക്, ഈ ശാഖകളിൽ ഉപയോഗിക്കുന്ന ഊച്ചാളി എന്ന വാക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഏതെങ്കിലും പ്രവർത്തകർക്കെതിരെ ആക്ഷേപിക്കുന്നത് ശരിയാണോ? അതെടുത്ത് പറയുമ്പോൾ അവരവരുടെ ഉള്ളിൽ കിടക്കുന്ന സാധനമാണ് പുറത്തു വരുന്നത്. ദയവായിട്ട് എൻ്റെ ബഹുമാന്യ സുഹൃത്ത് അതൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പോൾ CPM-ന്റെ പ്രതിനിധിയായിട്ട് ചാനൽ ചർച്ചയിൽ വന്ന പി.കെ. ഗോപൻ എന്താ പറഞ്ഞേ? ഊച്ചാളി സഖാവ് എന്നൊക്കെ വിളിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരാൾ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ, ഒരു മോശം വാക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് വിളിക്കുന്നവരുടെ സ്വഭാവം വ്യക്തമാവുന്ന രീതിയിലാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ ഗോപണ്ണനോട് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. നിങ്ങളുടെ സഖാക്കന്മാരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കേട്ടിട്ടുണ്ടോ? അതില്ലെന്നുണ്ടെങ്കിൽ മണിയാശാന്റെ പോസ്റ്റുകളൊക്കെ ഒന്ന് നോക്കിയാൽ മതി. ഇല്ലെങ്കിൽ മണിയാശാന്റെ പഴയ പ്രസംഗങ്ങൾ കേട്ടാൽ മതി. അതിനെ നിങ്ങൾ എങ്ങനെയാണ് ന്യായീകരിച്ചത്? നിങ്ങൾ ന്യായീകരിച്ച ഒരു രീതിയുണ്ട്. മണിയാശാന്റെ നാടൻ ശൈലിയാണ് എന്നുള്ളതാണ് നിങ്ങൾ സഖാക്കന്മാർ അതിനെ ന്യായീകരിക്കുന്നത്. അപ്പൊ ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് നിങ്ങളെ ഊച്ചാളി എന്ന് ഒരാൾ വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഊച്ചാളി സഖാവ് എന്ന് വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ ആ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന പ്രതിനിധിയുടെ നാടൻ ഭാഷയായിരിക്കും അത്. അപ്പൊ അത് അങ്ങ് ന്യായീകരിച്ചാൽ പോരെ? അപ്പൊ അതെങ്ങനെയാണ് വിമർശനമാവുന്നത്? നിങ്ങളുടെ മണിയാശാൻ പറയുമ്പോൾ, നിങ്ങളുടെ മണിയാശാൻ മറ്റേടത്തെ പണി, അങ്ങനത്തെ പണി, ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്തായിരുന്നു പറഞ്ഞേ? അത് നാടൻ ശൈലിയാണ്, ആശാന്റെ നാടൻ ശൈലി എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പൊ ഇതും ചിലപ്പോൾ ആ ചാനൽ ചർച്ച വന്ന ആളുടെ നാടൻ ശൈലിയായിരിക്കും. അങ്ങനെ അങ്ങ് കണ്ടാൽ മതി. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഇത് ശാഖയിൽ ഉപയോഗിക്കുന്ന വാക്കൊന്നുമല്ല. ഈ ഊച്ചാളി എന്നുള്ളത് അത്ര വലിയ മോശം വാക്കാന്നൊന്നും എനിക്ക് തോന്നുന്നൊന്നുമില്ല. കൊല്ലം ജില്ലയിൽ, താങ്കളും കൊല്ലം ജില്ലയിൽ നിന്നുള്ള ഒരാളാണ്. ഇവിടെ സാധാരണഗതിയിൽ നാട്ടുഭാഷയിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്, നാടൻ ശൈലിയാന്നേ. മണിയാശാന്റെ നാടൻ ഭാഷ കണക്ക് ഇത് ഒരു നാടൻ ഭാഷയാണ്, അങ്ങനെ കണ്ടാൽ മതി. പിന്നെ എന്താ പറഞ്ഞത്? നിരീശ്വരവാദികളുടെ കൂട്ടക്കൊള്ള. നിരീശ്വരവാദിയാണോ സാർ തന്ത്രി? നിരീശ്വരവാദിയാണോ സാർ പോറ്റി? നിരീശ്വരവാദിയാണോ മുരാരി ബാബു? നിരീശ്വരവാദിയാണോ ബൈജു? നിരീശ്വരവാദിയാണോ ജയശ്രീ? ഇവരെല്ലാം കൂടെ അല്ലേ കൊള്ളയടിച്ചോണ്ട് പോയത്? അല്ല, ഇവര് മാത്രമല്ല, ഒരു പത്മകുമാർ ഉണ്ട്, ഒരു വാസു ഉണ്ട്, ഒരു ശങ്കർ ഉണ്ട്, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അവര് നിരീശ്വരവാദി ആണോ അല്ലയോ നിങ്ങൾ നോക്കണം. വേറെ ആൾക്കാരെല്ലാം നോക്കണ്ടേ. കാരണം അവർ നിരീശ്വരവാദി ആവാൻ ചാൻസ് ഉണ്ട്. കാരണം അവർ കമ്മ്യൂണിസ്റ്റുകാരാണ്. ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈശ്വര വിശ്വാസം ഉണ്ടാവാൻ പാടുണ്ടോ സഖാവേ? ഞാനെന്തോ അങ്ങനെ കേട്ടിട്ടുണ്ട്. എൻ്റെ ഒരു ചെറിയ ഓർമ്മയിൽ, ചെറിയ ബുദ്ധിയിൽ എനിക്ക് അങ്ങനെ എന്തോ തോന്നുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ നിരീശ്വരവാദികളാണ് എന്നുള്ളതാണ്, ഈശ്വര വിശ്വാസം പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരല്ല എന്നുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇനി അങ്ങനെ അല്ല, ഇനി മാറിയിട്ടുണ്ടെങ്കിൽ, കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ, മാർക്സിസവും ലെനിനിസവും ഒക്കെ കാലഘട്ടത്തിനനുസരിച്ച് നിങ്ങളുടെ രീതിക്ക് നിങ്ങൾ മാറ്റുന്നുണ്ടല്ലോ. ഇനി ഇവരെല്ലാം കൊണ്ടുവന്ന് ചരട് കെട്ടിക്കൊടുത്ത ആളുകൾ നിരീശ്വരവാദികളാണോ? ഇതൊന്നും അല്ലല്ലോ. അപ്പൊ നിരീശ്വരവാദികളും വിശ്വാസികളുടെ അല്ല അവിടെ പ്രശ്നമുള്ളത്. കൊള്ളക്കാർ തന്നെയാണ്. അതിനകത്ത് നിരീശ്വരവാദവും വിശ്വാസമൊന്നുമില്ല. അത് ഗോവണ്ണം പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്. കൊള്ള നടത്തിയതിനകത്ത് നിരീശ്വരവാദോ ഈശ്വര വിശ്വാസമോ ഒന്നുമില്ല. കൊള്ളക്കാര് തന്നെയാണ്. ആ കൊള്ള നടത്തിയത് ആരാണ്? ആ കൊള്ള നടത്തിയതിൽ, ശബരിമലയിൽ കൊള്ള നടത്തിയതിൽ ഏറ്റവും കൂടുതൽ പിടിക്കപ്പെട്ടതിൽ ഏത് പാർട്ടിക്കാരാണ് ഉള്ളത്? അപ്പൊ അവര് കള്ളന്മാരാണെന്നുള്ളത് ഗോവണ്ണൻ സമ്മതിക്കുന്നുണ്ട്. പിന്നെ ഈ ചർച്ചയിൽ ആദ്യത്തെ താങ്കൾ പറഞ്ഞൊരു കാര്യം എന്താണ്? ഊച്ചാളി എന്ന് ഒരു സഖാവിനെ ഊച്ചാളി സഖാവ് എന്ന് വിളിക്കുന്നതൊക്കെ വളരെ മോശം കാര്യമാണെന്നുള്ളത്. സഖാവെ, നാട്ടിൻപുറത്തിറങ്ങി ഒന്ന് അന്വേഷിച്ച് നോക്കണം. ഇതൊക്കെ വളരെ മാന്യമായിട്ടുള്ള വാക്കുകളായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിലും വളരെ മോശമായിട്ടാണ് നിങ്ങളുടെ ആളുകളെ നാട്ടുകാരിപ്പം വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈശ്വര വിശ്വാസത്തിന്റെ കാര്യം താങ്കൾ പറഞ്ഞല്ലോ. ഈശ്വര വിശ്വാസത്തിന്റെ നിരീശ്വരവാദത്തിന്റെ ഒക്കെ കാര്യം, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. നിങ്ങളുടെ മന്ത്രിസഭയിൽ ഇരുന്ന മന്ത്രിമാര് അമ്പലത്തിൽ ചെന്ന് തൊഴുത് നിന്നതിന് പാർട്ടി വിശദീകരണം ചോദിച്ചിട്ടില്ലേ? ആരുടെ പേരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. അമ്പലത്തിൽ പോയി തൊഴുത് നിന്നതിന് CPIM പാർട്ടി വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അത് ആരുടെയൊക്കെയാന്നുള്ളത് കമന്റ് ചെയ്യട്ടെ ആൾക്കാർ. നിങ്ങൾ ഈ കാണുന്ന ആൾക്കാർക്ക് ഓർമ്മയുണ്ടോ എന്ന് നോക്കട്ടെ. അമ്പലത്തിൽ ചെന്ന് തൊഴുതതിന് കേരളത്തിലെ മന്ത്രിമാരുടെ അടുത്തും MLA-മാരുടെ അടുത്തും വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ന്യൂസ് വന്നതാ, ചിലപ്പോൾ നിങ്ങൾ അത് നിഷേധിക്കുമായിരിക്കും. ന്യൂസ് വന്ന കാര്യമാണ്, വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ നിരീശ്വരവാദത്തെ ഇതിനെ പറ്റിയൊന്നും പറയരുത്. പിന്നെ കമ്മ്യൂണിസത്തിൽ ഒരു ചോദ്യം കൂടെ. കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് എന്ന് മുതലാണ് ഈശ്വര വിശ്വാസം തുടങ്ങിയത്? നിങ്ങൾ എന്ന് മുതലാണ് ഈശ്വരന്റെ വക്താക്കളായത്? നിങ്ങൾ എന്ന് മുതലാണ് അയ്യപ്പനെ ഇത്രയും സ്നേഹിച്ചു തുടങ്ങിയത്? ഈ ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ നിങ്ങൾക്കൊരു തിരിച്ചടി കിട്ടിയപ്പോൾ ആ തിരിച്ചടിയിൽ നിന്ന് കിട്ടിയ പാഠം ഉൾക്കൊണ്ടല്ലേ നിങ്ങൾ ഈ പറയുന്ന ഇപ്പൊ അയ്യപ്പനെയൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് സ്നേഹിക്കുന്നത്? ഇതൊക്കെ നിങ്ങളുടെ കമ്മ്യൂണിസത്തിൽ യോജിക്കുന്ന കാര്യമാണോ? യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിന് ഈശ്വര വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നും കൂടെ ഒന്ന് പറയണേ.